ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജിയോ വേൾഡിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഗൗരിയല്ല, അഞ്ജനയാണ്. ഗൗരി ഇവിടെ തന്നെ ഉണ്ട്. ഇന്ന് ക്രാഫ്റ്റ് വർക്ക് അല്ലാട്ടോ ഞങ്ങൾ ചെയ്യുന്നത് കുക്കിംഗ് വർക്കാണ്. വേറൊന്നുമല്ല, ഒരു ഡിഫറെൻറ്റ് ഡിഷാണ് ഇവിടെ ഞങ്ങൾ തയ്യാറാക്കാൻ പോണത്. എഗ് സേമിയ ബിരിയാണി. പെട്ടെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വെറുതെ ആവണ്ട, ഭയങ്കര ബിരിയാണിയാണ്, അയ്യോ പണി ഉണ്ടാവും. പക്ഷെ പണിയൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് നേരെ ഡിഷിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എഗ് സേമിയ ബിരിയാണിയുടെ ഇൻഗ്രീഡിയൻസ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് മെയിനായിട്ടുള്ളത് സേമിയാണ്. ഇത് വറുത്ത സേമിയ എന്താ പറയുക, വെള്ളം ഊറ്റി വേവിച്ച് വെച്ചാണ്. വേവിച്ചിരി കൂടിപ്പോയി, പക്ഷെ സാരില്ല, നിങ്ങളുണ്ടാക്കുമ്പോൾ വേവ് കുറച്ച് വെച്ചാൽ മതി. 1 കപ്പാണ്. പിന്നെ രണ്ടാമത്തെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇത് മുട്ട ചിക്കിയതാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ ഉപ്പും കുരുമുളകും വെളിച്ചെണ്ണ ഇട്ടിട്ട് ചിക്കിയെടുത്തത്. പിന്നെ ഇത് സവോള. ഇത് ഓപ്ഷണലാണ്. ഉള്ളി വേണമെങ്കിൽ ഉള്ളി എടുക്കാം, അല്ലെങ്കിൽ സവോള എടുക്കാം. ഞാൻ സവോള തന്നെ എടുത്തത്. 1 സവോള അത് കട്ട് ചെയ്തത്. പിന്നെ ഇത് തക്കാളിയുടെ കൂടെ വേണമെങ്കിൽ ഗ്രീൻ പീസ്, ക്യാരറ്റ് അല്ലെങ്കിൽ മറ്റ് ഐറ്റംസൊക്കെ ഇടാം. ഞാനിപ്പോൾ എനിക്ക് ഇഷ്ടം തക്കാളി മാത്രമായിട്ട് ഇടാനാണ്, അപ്പോൾ ഞാൻ തക്കാളി ഇട്ടു. പിന്നെ പെരിഞ്ജീരകം 1 ടീസ്പൂൺ. പിന്നെ ഇത് മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഇത് സോയാ സോസാണ് കേട്ടോ. ഇത് സോയാ സോസ്. ഇത് 1 ടീസ്പൂൺ ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് കുരുമുളക് പൊടി, അതും നമ്മൾ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് ഇഞ്ചി ചതച്ചതാണ് കേട്ടോ. വെളുത്തുള്ളി ഞാൻ ആഡ് ചെയ്തിട്ടില്ല, ഇഞ്ചി ചതച്ചത്. പിന്നെ ഇത് വെളിച്ചെണ്ണ കേട്ടോ. പിന്നെ വെള്ളം. ഈ ഉപ്പും വെള്ളവും വെളിച്ചെണ്ണ ആവശ്യത്തിനാണ് നമുക്ക് വേണ്ടത് ഫ്രണ്ട്സ്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ ചീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതൊന്ന് ചൂടാവണം. അതിന് ശേഷം ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് സവോളയും ഇഞ്ചി ചതച്ചതും തക്കാളിയും കൂടി ഇട്ട് വഴറ്റണം. അപ്പോൾ ഞാൻ സവോള ഇതിലേക്ക് ഇടാണ്. നല്ലോണം നമ്മൾ വഴറ്റണം. വെളിച്ചെണ്ണ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പക്ഷേ സാരമില്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പകുതിയിലൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ബാക്കി നമ്മുടെ ഇഞ്ചി ഇടുവാണ് കേട്ടോ. ഇഞ്ചി ചതച്ചത് ഇടുകയാണ്. ഇഞ്ചി ഇട്ടു. ഇനി നമ്മുടെ തക്കാളി ഒന്ന് ഇടണം. ക്യാരറ്റും ക്യാപ്സിക്കവും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഭംഗി കൂടിയാണ്, പക്ഷെ ഞാനതൊന്നും ഇടുന്നില്ല. അങ്ങനെ ഫുള്ളായിട്ടൊന്നും ഇഷ്ടമല്ല. നല്ലോണം മണക്ക് വരുന്നുണ്ട്. നല്ലോണം ഒന്ന് വഴറ്റി വരുന്നത്. അപ്പോൾ ഇത് വഴറ്റിയൊക്കെ ഇങ്ങനെ ഏകദേശം വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാൻ പോവാം കേട്ടോ. പൊടികൾ മല്ലിപ്പൊടി. ഇത് കുട്ടി ഐസ്ക്രീമിൻ്റെ ടീസ്പൂണാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അളവ് എനിക്ക് അറിയില്ല, ഉള്ള അളവിൽ ഞാൻ ഇടാണിത് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം. പിന്നെ ഇത് ജീരകം,
ഇനി അടുത്തത് കുരുമുളക് പൊടിയാണ് കേട്ടോ. ഇങ്ങനെ വരുന്നുണ്ട്. കളറൊക്കെ ഒന്ന് പോയി തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ കളറിലല്ലല്ലോ നമുക്ക് കാര്യം. ഉപ്പ് കുറച്ച് ഇടണം. ഇത് വെള്ളമായി പോയിട്ടുണ്ട് കേട്ടോ ഉപ്പ്. ഇത് ഞാൻ കൂടുതൽ വഴറ്റുന്നില്ല, കാരണം ബിരിയാണിയാണ്, പിന്നെ ബിരിയാണി കേടായി പോകും. ഇത് മെയിൻ ഒരു സംഭവമാണ് നമ്മുടെ സോയാ സോസ്. ഒന്ന് ഒഴിക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് വേണം, പക്ഷെ ഞാനത് ആഡ് ചെയ്യുന്നില്ല. എനിക്കുള്ളത് ഈ സോയ സോസാണ്. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ആഡ് ചെയ്യാൻ പോണത് കേട്ടോ. ഇതേ മുട്ടയുണ്ട്, പിന്നെ നമ്മുടെ മുട്ട കൊത്തിപ്പൊരിച്ചതുണ്ട്. ഫസ്റ്റ് മുട്ട ഞാൻ ഇടാണ്ട് നമുക്ക് കേട്ടോ. ഇനി മിക്സ് ചെയ്തു. ഇനി സേമിയ ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ച് വെള്ളം ഒന്ന് വേവിച്ചത് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് അതിന് ചെറിയൊരു പണി കിട്ടി, ഫസ്റ്റ് ടൈമാണ്, അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ സംഭവം ഇത് ഏറെക്കുറെ ആയിട്ടുണ്ട്. ഒന്ന് കുഴഞ്ഞു പോയി, അത് വേറെ ഒന്നുമല്ല, ആ സേമിയോടെ ആ ഒരു വേവ് കൂടിപ്പോയതുകൊണ്ടാണ് കേട്ടോ. ഇത് ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ തെറ്റൊക്കെ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടാക്കാണ്ടൊന്നും ഇരിക്കരുത്. നമുക്ക് നമ്മുടെ പിള്ളേർക്കായാലും വീട്ടിലിപ്പോൾ ഓണമാണല്ലോ വരുന്നത്, അപ്പോൾ ഓണത്തിനൊരു അടിപൊളി ഡിഷൊക്കെ ഉണ്ടായിക്കൊള്ളൊരു വെറൈറ്റി സ്റ്റൈൽ. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ പോലെ ആവില്ല നിങ്ങൾ ഉണ്ടാക്കണത്. അപ്പോൾ ആ ഒരു ഇതിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കേട്ടോ.